പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പുള്ളിക്കാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അടിപൊളി ക്ലൈമറ്റ്, മഞ്ഞൊക്കെ മൂടിയിട്ട് എന്ത് രസം എന്നറിയോ. ഞാനിങ്ങനെ മഴ വരുമെന്ന് വിചാരിച്ച് കോട്ടൊക്കെ എടുത്തിടാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ ആ കാലാവസ്ഥ അങ്ങ് പെട്ടെന്ന് മാറി കംപ്ലീറ്റ് ഏരിയ മൊത്തം കാണത്തില്ല. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സാധാരണ നമുക്ക് പുള്ളിക്കാനത്തിൻ്റെ വിദൂര ദൃശ്യമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരുന്നു, തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ. അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, മഞ്ഞ് മൂടി നിൽക്കണില്ലേ. അടിപൊളി, നല്ല തണുത്ത കാറ്റും. പെട്ടെന്നാട്ടോ ക്ലൈമറ്റ്, ഹൈറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ക്ലൈമറ്റ് അങ്ങ് മാറിയത്. മഞ്ഞൊക്കെ പെട്ടെന്ന് അങ്ങ് പോയട്ടോ. ഇത് കണ്ടോ, അപ്പോൾ തേയിലത്തോട്ടങ്ങളെ കാണാം നമുക്ക്. അപ്പോൾ അവിടെയാണ് പുള്ളിക്കാനം എസ്റ്റേറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലണം. ഇതിപ്പം ഇവിടെ ഒരു കുരിശുമലയില്ലേ, ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളത്, നമ്മുടെ എസ് വളവ്, അവിടെയാണ് നിൽക്കുന്നത്. കണ്ടോ, മഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകണം. നോക്കി, കോട പോകുന്ന നോക്കി. അപ്പോൾ നമ്മളങ്ങനെ പുള്ളിക്കാനത്ത് എത്തിയിട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കോടയൊക്കെ മാറി, ഈ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും കിടുകിടാന്ന് ഇറക്കിയാണ് പല്ല കൂട്ടിയിടിച്ചിട്ട്. ഇവിടെ കുറേ ചേച്ചിമാർ രാവിലെ തന്നെ തേയിലത്തോട്ടത്തിൽ പണിയിലാട്ടോ. തേയില എന്നുള്ളതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. ഇത് കണ്ടോ, തേയില നുള്ളുമല്ല, ഇപ്പം മറ്റേ ഒരു ബ്ലേഡ് പോലെ ഒരു അല്ലേ ചേച്ചി, എന്നതാ അതിന് പറഞ്ഞേ, ഷിയറേ. അതുകൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. പണ്ട് ഇങ്ങനെ നുള്ളുമല്ലായിരുന്നോ? തളിര് അല്ലേ, തളിര് മാത്രമല്ലേ നുള്ളുള്ളൂ. ഓക്കെ, അത് എളുപ്പമുണ്ടല്ലേ. അതെങ്ങനെയാ, അത് ബ്ലേഡാണോ? കത്രിക പോലെ അല്ലേ. അപ്പൊ അത് മാറിപ്പോവില്ല ഇങ്ങനെ വെക്കുമ്പോ? ആ തളിര് തന്നെ കയറും അല്ലേ? ഇടയ്ക്ക് ഈ കറുത്ത ഇല വരുവേ, അത് നമ്മള് ഇടാൻ കയറുകയല്ലേ, ഉണ്ണാൻ കയറാൻ നേരത്ത് നമ്മൾ തൂക്കി കൊടുക്കണം. ഓ, രാവിലെ എപ്പോഴാ തുടങ്ങണേ പണി? 8 മണിക്ക്. എത്ര ജോലിക്കാരുണ്ട് മൊത്തം ഇവിടെ? 100 പേരില്ല അല്ലേ? എല്ലാരും ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ തന്നെയാണോ? എപ്പോൾ തീരും ഇനി? ഇവിടെ വണ്ടി വന്ന് കളക്ട് ചെയ്തോണ്ട് വണ്ടിക്ക് ഇത് കണ്ടോ, അതിപ്പം നിറഞ്ഞട്ടോ. ഇത് കണ്ടോ, അതെ, ആ ഒരു തളിര് മാത്രം അല്ലേ. തളിര് മാത്രം. ചായ പിടിച്ചോ. എനിക്ക് ചായ വന്നെന്നാ പറഞ്ഞേ. അതെ അല്ലേ. വൈകുന്നേരം വരെ ഉണ്ടല്ലേ. ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് എടുക്കണേ ഇത്? ഈ തളിര് ആവണമെങ്കിൽ കുറേ ദിവസം വേണ്ട പിന്നെ? 15 ദിവസം കൂടുമ്പം. അപ്പം ഞാനും രാവിലെ തന്നെ ഇവരുടെ തോട്ടത്തിലങ്ങ് കൂടാമെന്ന് വിചാരിച്ചോ കുറച്ച് സമയം. ഇവിടെയൊക്കെ നല്ല ചതുപ്പാണ്, അതിലൊരു അരുവിയൊക്കെ ഒഴിയത്. കാല് താന്നു, നല്ല മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ചവിട്ടുമ്പോൾ താന്നു പോവാണ്. ഇതിലൊരു അരുവി ഒഴുകുന്നുണ്ട് കണ്ടോ, നല്ല തെളിനീര് ഒഴുകി പോകുന്ന നോക്കി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണേ. കാലൊക്കെ ഇവിടെ ഇറങ്ങി കഴുകുക. അതിൻ്റെ ഇടയിലൂടെ പേര കണ്ടോ, പേരയ്ക്കൊന്നുമില്ല കേട്ടോ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അത് ഈ പുള്ളിക്കാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വാഗമണ്ണിൻ്റെ ഒരു സെയിം ക്ലൈമറ്റൊക്കെയാണ്. വാഗമണ്ണ് ഇവിടെ അടുത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ബോർവെൽ പൈപ്പ് കണ്ടോ. അതുപോലെ അവിടെ ഒരു കുളമാണോ അതോ കിണറാണോ, എന്താണ് സംഭവം? അത് നിറയെ വെള്ളമൊക്കെ ഉണ്ടേ. ചെറിയൊരു കിണറാണ് ചതുരത്തിലുള്ള. ഇവിടെ ഈ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒത്തിരി ലയങ്ങളുണ്ടേ. ഇത് പഴയ ഒരു ലയമായിരുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പുള്ളിക്കാനത്ത് അധികം കാണാത്ത കാഴ്ചകളൊക്കെ കേട്ടോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത് വീണ്ടും കോട വന്നങ്ങനെ മറയുവാണേ. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർവൈസറി ചേട്ടൻ്റെ കാറാട്ടോ. ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്, പെർമിഷൻ ചോദിച്ചിട്ട്. അല്ലാതെ നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാപ്പി കുടിച്ചു, ഞാൻ കുടിച്ചിട്ടാണ് വന്നേ. നിങ്ങൾ കാപ്പി കുടിക്കുമോ അല്ലേ? കാപ്പി എവിടുന്നാണ് കൊണ്ടുവരണേ? എസ്റ്റേറ്റിൽ നിന്ന് തന്നെ അല്ലേ? കടി കടയിൽ നിന്ന് മേടിക്കണോ? അതെ അല്ലേ. അവിടെ നിന്ന് കടിഞ്ചായ മാത്രമാണോ എസ്റ്റേറ്റിൽ നിന്ന് തരുള്ളൂ? അതെയോ? തേയില ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ ഒരു കുറവും കാണില്ല. എൻ്റെ ഒരു വൈശാഖ്. ചേച്ചിമാരെല്ലാം ഇവിടെ വീട് നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നോ? എത്ര വർഷമായി? അതെ അല്ലേ. ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ളെല്ലാം എടുത്ത് കണ്ടോ, ഇങ്ങനെ ബാഗിലാക്കി ഇങ്ങനെ നിറച്ചേക്കണ കണ്ടോ. ഇതെല്ലാം ഇവിടുന്ന് എസ്റ്റേറ്റിലേക്ക് വണ്ടി വന്ന്. ചായ വേണ്ട, നിങ്ങൾ കുടിച്ചു. ചായ കുടിച്ചാ? ഇവിടുത്തെ തന്നെ തേയിലയുടെ ആയിരിക്കും അല്ലേ? ഇവിടുത്തെ തന്നെ തേയിലയുടെ ചായയാണോ?
വേണ്ട അല്ല നിങ്ങൾ മേടിച്ചു വേണ്ട പിടിച്ചോ നിങ്ങൾ പിടിച്ചോ ആണോ എന്നാ തന്നാരെ നിങ്ങക്ക് തികയില്ലോ അല്ലേ ആ അടിപൊളി അങ്ങനെ പറഞ്ഞതാ നല്ല ടേസ്റ്റ് അതെല്ലേ നല്ല ചായ കേട്ടോ തേയിലത്തോട്ടത്തിൽ നിന്നിട്ട് ആദ്യമായിട്ടാണ് ചായ കുടിക്കണേ അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് ചേച്ചിമാര് പറഞ്ഞത് ഇതില് കുറെ നടന്നാ മതിയെന്നല്ലേ ഒത്തിരി നടക്കണോ അതെല്ലേ അവിടെയാണ് എന്തായാലും ഒന്ന് പോയി നോക്കാം പട്ടി കടിക്കുവോ ഇല്ല അയ്യോ മുരങ്ങുന്നുണ്ട് ഒന്ന് വിളിക്കാവോ ചേച്ചി മുരങ്ങുന്നുണ്ട് ഞാൻ ഈ ഹെൽമെറ്റ് ഇവിടെ നിന്ന് വെക്കാൻ മഴ പെയ്ത് ഇങ്ങനെ നനഞ്ഞു ഇവിടെ നിന്ന് വെക്കുക കേട്ടോ ഇവിടെ വെച്ചോട്ടെ കുഴപ്പമില്ല ഇവിടെ ഇരുന്നോളായിരിക്കും ഞാൻ പോയിട്ട് വരാം രാവിലെ അല്ലേ ഒത്തിരി നടക്കാനുണ്ടോ കുറച്ചേ ഉള്ളൂ എൻ്റെ അമ്മേ നോട്ടം ഇവിടെ മുറങ്ങണുണ്ടോ അമ്പലത്തിന്റെ പേരെന്താ പുളിയാറ്റിൻകാവ് അതെ അല്ലേ റോഡുണ്ടോ അങ്ങോട്ട് പോകാനായിട്ട് ഇനി എന്തായാലും നടന്നു പോവാം അപ്പം അമ്പലത്തിലേക്ക് റോഡേ പോകാമെന്നാട്ടോ പറഞ്ഞത് അവിടുന്ന് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും നടന്നു പോവാം അമ്പലം അധികം ആരും കാണാത്തൊരു അമ്പലമാണ് ഇവരുടെ അമ്പലം കേട്ടോ അവിടെയൊക്കെ മേളിലൊക്കെ തേയിലത്തോട്ടത്തിൽ പണി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലികളെയൊക്കെ മേയ്ക്കാനായിട്ട് അവിടെ കുറേ പേരൊക്കെ ഇവിടെ നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ടേ അരുവി കണ്ടോ അങ്ങ് മോളിൽ നിന്ന് ഒഴുകി വരുന്ന കേട്ടോ അപ്പോൾ ഈ അരികും വഴി അങ്ങ് മേളിലേക്ക് കയറി ചെല്ലാം നമുക്ക് പാവം ചേച്ചിമാരെ എന്നാ നല്ല ആളുകളാ നോക്കി എന്താ പറയുക 5 മിനിറ്റ് കണ്ട് പരിചയമുള്ളൂ കേട്ടോ അത് കണ്ടില്ലേ അതാണ് ഈ ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവരെ ഞാൻ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണെന്നറിയോ അരുവി കാലക്കഴി കാലികൾ മെയ്യുന്ന കണ്ടോ കയറൊന്നുമില്ല കേട്ടോ അവരെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ വിട്ടേക്കുവാണേ നമ്മുടെ നാട്ടിലെ പശുക്കൾക്ക് ഇല്ല കയറും കൊണ്ട് കെട്ടി വെക്കിടണേ ഇവർക്ക് അവർ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എവിടെ ആണെങ്കിലും പോയി പുല്ലൊക്കെ തിന്നാം അത് തേയിലേക്ക് അടിക്കുന്നുണ്ട് അവിടെ പോകണ്ട അവിടെ കിടന്നോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വഴി ഇത് കണ്ടോ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കയറി വരാം അടിപൊളി ഈ പുള്ളിക്കാന എസ്റ്റേറ്റ് നമ്മൾ ആ റോഡിൽ നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല എന്തോരം ഏരിയ ഉണ്ടെന്നറിയോ നമ്മുടെ ഏകദേശം എന്താ പറയുക മൂന്നാറൊക്കെ ചെന്ന ആ ഒരു സെയിം ഫീൽ തന്നെ കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്ലൈമറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതെ കോട കയറി മറന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ചേട്ടാ ഇവിടെ ഈ അമ്പലം ഉള്ളത് എവിടെയാ താഴ്ന്ന ചേച്ചിമാർ പറഞ്ഞേട്ടെ അതെയോ കാട് പിടിച്ചെടുക്കണോ അതെയോ വഴി തെറ്റിയോ ഓക്കെ അതെയോ പൂജയൊക്കെ ഉള്ളതാണോ ഇപ്പം മുടങ്ങി കിടക്കുക ഈ കല്ലിന്റെ പുറകുവശമാ ദൂരെ കാണണോ അങ്ങ് കാണണേ അവിടെ വരെ ചെല്ലണം അല്ലേ വണ്ടി ഞാൻ താഴെ വെച്ചേക്കോ സൈഡിൽ സ്കൂട്ടർ റോഡ് സൈഡ് വെച്ചേക്കുക ചേട്ടൻ്റെ പേരെന്നാ സുരേന്ദ്രൻ ഇവിടുത്തെ സൂപ്പർവൈസറാ അല്ലേ ഇത് എത്ര ഏക്കറുണ്ട് മൊത്തം ഈ പുള്ളിക്കാന എസ്റ്റേറ്റ് 900 ഏക്കർ ഉണ്ടല്ലേ ഇത് ഏത് കമ്പനിയുടെയാ ഇത് ഏതാ ജുണ്ടോൾ ഓക്കെ ഏതാ ബംഗൂർ ഗ്രൂപ്പ് അമ്പലത്തിൽ അങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ പോവോ ഇവിടെ പോവായിരുന്നു ഇത് ഇടയ്ക്ക് കമ്പനി ഏറ്റെടുത്തിട്ടില്ല കുറച്ച് ആൾക്കാർ കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഓക്കെ പഴയ ഒരു ആലിൻ്റെ തൊട്ട് ഇങ്ങനെ വെച്ച് പൂജയൊക്കെ ആയിട്ട് നിന്ന പിന്നെ അത് കാറ്റൊക്കെ വന്ന് ഒത്തിരി മരിച്ചു പോയിരുന്നല്ലേ എന്നാ പറ്റിയേ കുറച്ച് ചെറിയ ഷെഡ് പണിതുകൊണ്ടിരിക്കുന്ന സമയം വർഷങ്ങൾ ഒത്തിരിയായി അന്ന് ഇതുപോലെ മഴക്കാലമായിരുന്നു ഒരു ചെറുതായിട്ട് ഒരു ഉത്സവം പോലെ നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇടിമിന് കിട്ടി അയ്യോ എത്ര പേര് മരിച്ചു 4 പേര് സ്പോട്ടിൽ തന്നെ വീണു പോയി എൻ്റെ അമ്മോ അതിൽ പിന്നെ ആൾക്കാരങ്ങനെ പോയില്ല അങ്ങനെ കാട് പിടിച്ച് കിടക്കുവാ അല്ലേ കാട് പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പിള്ളേർ എല്ലാവരും പേടിയില്ല പോകാനായിട്ട് പിന്നെ പിള്ളേർ സെറ്റിന് കൂട്ടി ഞങ്ങൾ ഒന്ന് തെളിച്ച് ഒരു വിളക്ക് വെക്കാവുന്ന രീതിയിലാക്കി വെച്ചു
അപ്പോൾ അവരത് പ്രശ്നഗതിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് അമ്പലം പണിതതിൻ്റെ ചെറിയൊരു ഇതുപോലെ പണിതായിരുന്നേ. ഇത് പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ അത് പൊളിച്ച് കളയാൻ പറ്റും. അങ്ങനെ പൊളിച്ചൊന്നും കളഞ്ഞില്ല, അത് ചുമ്മാ അവിടെ ഇരിപ്പുണ്ട്. കാണാം അല്ലേ അമ്പലം? അയ്യോ ചെറിയത് ഞങ്ങൾ ഈ വിളക്ക് വെക്കാനായിട്ട് ഇവിടെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പുറത്തേക്ക് വലിച്ച് ഞങ്ങൾ പണിത് ആൾക്കാർ പേടി മാറാൻ വേണ്ടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ എന്തിനായിട്ടാ പേടിക്കുന്നത്? ഇതിലെ ഒന്നായി മരണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതൊരു വിജനമല്ലേ? അത് തന്നെ ഭയങ്കര വിജന ഏരിയ കേട്ടോ. ഇതിലെ വരികയല്ല ആൾക്കാർ. ഇതിപ്പോ ഞാൻ തന്നെ വന്നാർന്നെങ്കിലും കണ്ടുപിടിക്കില്ല. വെള്ളം അപ്പൊ അന്ന് വേണത് ഒരു ഇതെല്ലാം ഞങ്ങൾ വെട്ടിത്തെളിച്ച് ഞങ്ങളാക്കി ഒരു ഷേപ്പാക്കി എടുത്തതാ പേടി മാറാനൊക്കെ വേണ്ടി. ഇതിന്റെ അകത്ത് അതായിരുന്നു പഴയ അമ്പലം. അവിടെ അല്ലേ? അതായത് മുകളിൽ കണ്ടു 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 കണ്ടു. അത് ഉപയോഗിക്കാതായി. പിന്നെ ഇവിടെയാണ് വിളക്ക് വെച്ചത്. ഈ ആലിമരമൊക്കെ ഉണ്ട്. ഇത് അപ്പൊ ഇതാണ് അമ്പലം. ഭദ്രകാളി അല്ലേ പ്രതിഷ്ഠ? ശിവനും. അവിടെ ഉണ്ട്. ഇതെന്ത് മരം? ഇത് പാലയാണോ? പാലമരം. അതാണ് ശരിക്കും അമ്പലത്തിന്റെ ഷേപ്പ്. ഇത് അവിടെ ഉള്ള ആ കാടിന്റെ അത്. അതാ ആദ്യം പണിത അമ്പലം അല്ലേ? കാട് പിടിച്ചു കിടക്കുക. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അമ്പലം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രതിഷ്ഠയൊന്നുമില്ല. ഇവിടെ പ്രശ്നവിധി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ അമ്പലത്തിന് എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പലം പൊളിച്ച് കളയാൻ പറഞ്ഞു. പക്ഷേ ഇവർ പൊളിച്ച് കളയാതെ അമ്പലം അങ്ങനെ നിർത്തിയിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കണ്ട അമ്പലത്തിലേക്ക് പുനഃപ്രതിഷ്ഠ നടത്തിയേക്കുന്നതാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറകെ എന്നാൽ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഇവിടുന്ന്. കണ്ടോ അമ്പലം? ഇതിന്റെ ഇവിടെ നേരത്തെ ഒരു പുല്ല് ഷെഡ് പോലെ ഇവിടെ ഷെഡ് പണിതാ ഇവിടെ ഒരു പോലെ. ഇതിന്റെ പണി പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഇവിടെ തന്നെ ഇരുന്നങ്ങ് മരിച്ചത്. ഇടിവെട്ടിയിട്ട് അതിപ്പിന്നെയാണ് ആൾക്കാർക്കൊരു. ഞാൻ ഒട്ടും പ്രതീക്ഷ വന്നൊരു കാഴ്ചയല്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിനെപ്പറ്റി. കണ്ടോ മുരുകൻ്റെ ഒരു ഫോട്ടോ മാത്രം ഉണ്ടായിരുന്നു. ഒരു മണി കാണാം. അപ്പോൾ അതാണ് ആ വലിയ പാറ. ഈ പാറയാണ് ചേച്ചിമാരെന്നോട് പാറ നോക്കി വന്നാൽ വൈകുന്ന കേട്ടോ പറഞ്ഞത്. പാറയുടെ അടുത്ത അമ്പലം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് നമുക്ക് പോകത്തില്ല കേട്ടോ, അതൊരു ഗുഹയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. നമുക്ക് അങ്ങോട്ടൊന്നും ഏരിയയിലേക്ക് പോലും പോകാൻ പറ്റില്ല. അടിപൊളി. ഇത് നോക്കിയാൽ മൊത്തം കോട കയറി മൂടിക്കൊണ്ടിരിക്കുവാണേ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അടിപൊളി മഴ. പെട്ടെന്നാണ് മഴ വന്നത്. മഴ വന്നതും പോയതൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ കിടുകിടാന്ന് വരച്ചോണ്ടിരിക്കുകയാണേ. തണുപ്പിൻ്റെ ഇടയ്ക്ക് മഴയും കൂടെ ആയപ്പോഴത്തേനെ. അപ്പോൾ അതെ ഈ ഒരു കെട്ടിടം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്കാനത്തിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഒത്തിരി പേര് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്ന കേട്ടോ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ പൂത്ത് നിൽക്കുന്ന ബൊഗൺവില്ല. ഇപ്പോൾ പൂ കുറവാണ്. ചില സമയത്തൊക്കെ ഇത് നല്ല രീതിയിൽ പൂത്തുലഞ്ഞ് ഇലയൊക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ അതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ചെറിയ കെട്ടിടോടെ കാണുന്നതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. റീലൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടുന്ന്. അപ്പോൾ ഇത് ഈ തോട്ടമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലയങ്ങൾ കാണാൻ പറ്റുന്നത്. ഒത്തിരി തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ. അതൊക്കെ കാണുന്നതൊക്കെ ലയങ്ങളാണ്. കോടയായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ അങ്ങ് ദൂരെയൊക്കെ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ പണ്ടത്തെ പൊളിഞ്ഞ് തകർന്ന് നാമാവശേഷമായിട്ട് കിടക്കുന്ന ആ ഒരു പഴയ ലയങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഒരു കാലത്ത് ഒത്തിരി തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു എസ്റ്റേറ്റാണ് ഈ ഒരു പുള്ളിക്കാന എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. മസ്റ്റർ ഓഫീസ്. ഇതെന്താ ഏട്ടാ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ? വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഓരോ പണിക്ക് ഇടാനായിട്ടല്ലേ? ഇവിടെ വന്ന് രാവിലെ മസ്റ്റർ വന്നിട്ട് ഇവിടുന്നാണ് പോകുന്നത്. ഇവിടുന്ന് വന്നിട്ട് ഏത് വർക്കിനൊക്കെയാണെന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത്. ഇവിടുന്ന് അല്ലേ? ചേട്ടൻ ഇവിടുത്തെ ഏത് വർക്ക് ചെയ്യണേ? ഞാൻ ഇവിടെ ഫീൽഡ് ഓഫീസറാണ്. ഫീൽഡ് ഓഫീസറാണ്. ഇത് മരുന്നടിക്കാനല്ലേ? മരുന്നടിക്കാൻ. ഇത് നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് വരുമ്പോൾ വേനൽക്കാലം വരുമ്പോഴേ അപ്പൊ നമ്മൾ വെള്ളം മറ്റേ കുളത്തിൽ നിന്ന് വല്ല കളക്ട് ചെയ്തിട്ട് നമ്മൾ ടാങ്ക് ഉണ്ട്, ചെറിയ ചെറിയ ടാങ്ക് ഉണ്ട്, അതിൽ കൊണ്ട് നിറച്ചിട്ട് അവിടെ നിന്ന് മരുന്നടിക്കാനൊക്കെ സൗകര്യത്തിന് കൊണ്ടുപോകുന്നതാണ്. ഇതെങ്ങനെ വലിച്ചോണ്ട് ട്രാക്ടറിൽ? അപ്പൊ ഇത് മരുന്നടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ തേയിലത്തോട്ടത്തില്. വേനൽക്കാണ് കൂടുതൽ, വേനൽ സമയത്ത്. അത് ഈ കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ തേയിലയില്? അതിനാ അല്ലേ? അപ്പൊ ഇതിൽ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് പമ്പ് ചെയ്ത് വേറെ മോട്ടർ വെക്കും അല്ലേ? മോട്ടർ വെച്ച് നമ്മൾ വെള്ളം ഇതിലേക്ക് നിറച്ചിട്ട്
കൊണ്ടുപോയി ട്രാക്ടറെ കൊണ്ടുപോയി ടാങ്കുകളിൽ നിറയ്ക്കും. ആ പല ഭാഗത്തേക്കും കൊണ്ടുപോകില്ലേ ഇത്? പല ടാങ്കുകളുണ്ട് നമുക്ക് ഉണ്ട് ഇങ്ങനത്തെ. സ്ഥലങ്ങൾ, ആ വെള്ളമില്ലാത്ത സ്ഥലം. ആ ആ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാന എസ്റ്റേറ്റിലെ മെയിൻ ക്ഷേത്രം ഇവിടെ കേട്ടോ, ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെയാണ് ഈ എസ്റ്റേറ്റിലുള്ളവരൊക്കെ എല്ലാവരും തന്നെ ആരാധിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ശ്രീകോവിൽ നോക്കി, വട്ടത്തിലുള്ള ശ്രീകോവിലാണേ. അതിൽ തന്നെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടോ. അവിടെ മുന്നിലായിട്ട് ചെറിയൊരു നന്ദി വിഗ്രഹമൊക്കെ കാണാം. ഇവിടെ എവിടെ ഏതെങ്കിലും ഏത് കുന്നിൻ്റെ മേളിൽ നോക്കിയാലും വ്യൂ അപാരം കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ മൊത്തം കോടയിൽ മൂടിക്കിടക്കുവാണ്. വലിയൊരു ഏരിയ തന്നെ കാണാം കേട്ടോ. അത് നോക്കി, എന്നാ അടിപൊളി സ്ഥലമല്ലേ പുള്ളിക്കാനം. പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ മലകൾ കണ്ടോ ഇങ്ങനെ ലെയറായിട്ട് കിടക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഈ പ്രദേശമൊക്കെ കോടയിൽ മൂടിപ്പോകും കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് ആ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ തേയിലയൊക്കെ വളർന്നു നിൽക്കുന്നതൊക്കെ അത് ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു മണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ നടപ്പന്തലിൻ്റെ അകത്ത് ഇത് കണ്ടോ, അത് കണ്ടോ, അതിങ്ങനെ മോട്ടർ വെച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇലക്ട്രിക്കലി. അതിൻ്റെ പ്ലഗ് പോയിൻ്റൊക്കെയാണ് ഈ കാണുന്നത്. മണി മാത്രമല്ല, അത് കണ്ടോ, അതൊരു ചെണ്ടയാണേ. ചെണ്ടയും മണിയും കൂടെ കൂടി. അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അമ്പലത്തിൽ പൂജയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇവിടുത്തെ തേയില ഫാക്ടറി വരുന്നത്. തേയിലപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ കേട്ടോ. അതൊന്നും കാണത്തില്ല, മൊത്തം കോടയിൽ മൂടിപ്പോയി. നല്ല മഴയാട്ടോ. അപ്പോൾ നമുക്കിവിടെ അവസാനമായിട്ട് ഒരു സ്ഥലത്തോടെ പോകാനുണ്ട്. അതൊക്കെ മഴയൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. മഴ ഇങ്ങനെ കൂടി വരും കേട്ടോ, കുറയുന്ന ലക്ഷണമില്ല. എന്തായാലും കുറച്ച് നടന്നു പോകണം ഇവിടുന്ന്. ഞാൻ വണ്ടി കൊണ്ട് പോകുന്നില്ല, നടന്നു പോകാമെന്ന് വിചാരിച്ചാണ്. കുറയാൻ നോക്കട്ടെ. ഇത് ഇവിടുത്തെ ഒരു റേഷൻ കടയാണേ. നോക്കി നിന്നാൽ എന്തായാലും മഴ കുറയില്ല, അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, സെൻറ്റ് തോമസ് ഹൈസ്കൂൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പള്ളി കാണാം, സെൻറ്റ് തോമസ് ചർച്ച്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഇതിൽ കിടക്കണ ഈ ഒരു വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലും. രണ്ട് വഴി പോവാം. ഈ പള്ളിയുടെ ഇതിൽ കിടക്കണ ഈ വഴിയും അപ്പുറ വഴിയും കൂടെ പോകട്ടോ. അതാണ് അപ്പുറക്കൂടെയാണ് മെയിൻ വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. വണ്ടി കൊണ്ട് പോകാൻ പറ്റും, എന്നാലും നമുക്ക് നടന്നു പോകാം, മഴയല്ലേ. ആ ആ ആ ഒത്തിരി നടക്കാനുണ്ടോ? ആ ഓക്കെ 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 ആ ഓക്കെ അപ്പോൾ പോയിട്ട് വരാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന രണ്ട് വഴിയും പോകാം. നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിയാണ് കുറച്ചുകൂടെ നല്ല വഴി. അപ്പോൾ അതാണേ പള്ളി. പള്ളി കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വഴി കാണാം. അതായത് വാഗമണ്ണിൽ നിന്ന് വരുമ്പോൾ പള്ളി എത്തുന്നതിന് മുന്നേ ആണ് ആ വഴിയിലേക്ക് കയറണേ. ഇനിയിപ്പോൾ പള്ളി കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ കാണിച്ചു തന്നെ ആ വഴിയിലൂടെ ഇറങ്ങി പോകാം കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് നേരെ കിടക്കണ വഴി നടന്നു നോക്കാം, ആദ്യമായിട്ട് പോകല്ലേ. അപ്പോൾ നമ്മൾ ഇതിലങ്ങ് താഴേക്ക് ഇറങ്ങുവാണ്. ഇതിലങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ അതെ ആ കാണുന്ന വഴിയുടെ അങ്ങോട്ട് ഒന്ന് കയറും. കണ്ടോ, ഈ വഴിയിലേക്ക് വരും. അപ്പോൾ ഇവിടുന്ന് നേരെ പോയ വാഗമണ്ണാണേ. വാഗമണ്ണിലേക്ക് അധികം ദൂരമൊന്നുമില്ല പുള്ളിക്കാനത്ത് നിന്ന്. ഇതിലെ കുറച്ച് ദൂരം നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വഴി ഇല്ലയെന്ന് തോന്നുന്നത്. ആ ചേട്ടൻ പറഞ്ഞ ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞേ. മൊത്തം കോട മൂടി കിടക്കുക, അതുകൊണ്ട് മുന്നിലുള്ള കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ല. അങ്ങനെ അധികം ആളുകളൊന്നും പോവാത്തൊരു വെള്ളച്ചാട്ടമാണ്. ഞാനിങ്ങനെ ഒരു റീല് കണ്ടു കഴിഞ്ഞ ദിവസം, അപ്പോൾ അങ്ങനെയാണ് വന്നത് കേട്ടോ. പക്ഷേ ആ റീലിൽ കറക്റ്റ് വഴിയൊന്നും കാണിക്കുന്നില്ല. ആ പള്ളിയുടെ ഇവിടെ നിന്ന് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞേ. പക്ഷെ ഇത് പള്ളിയുടെ ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം, എന്നാലാണ് എത്തുള്ളൂ. ഓ എൻ്റെ അമ്മോ കണ്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു താഴ്വാരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഓ എൻ്റെ പൊന്നോ, എന്നാ വ്യൂ ആണെന്ന് നോക്കേ. ആ അരുവി അങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ. മിക്കവാറും വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന
അരുവി ആയിരിക്കാം. ഞാൻ വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ആ ഓ തന്നെ വന്നാൽ കണ്ടുപിടിക്കാൻ വരെ പാടാണല്ലോ. ഒറ്റയ്ക്ക് വന്നേ. ആരിലൊക്കെ പോകുന്നതാണോ? പോകുന്ന അല്ലേ? ആ കാണുന്നതല്ലേ അങ്ങ്? ആ ഓക്കെ. അപ്പൊ അങ്ങ് ദൂരെ കാണുന്നതാണേ വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോകാനായിട്ട് ഇന്ന വഴിന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ആ പള്ളിയുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാം. അപ്പൊ നമ്മളൊരു ഡയറക്ഷൻ പിടിച്ചിങ്ങ് പോന്നാൽ കേട്ടോ. ഇതിലെ 4 പാടും തലങ്ങും വിലങ്ങും ഓരോ വഴികളിങ്ങനെ പോകുന്നതുകൊണ്ടേ. അപ്പോൾ ഈ വീതിയുള്ള വഴി ഉണ്ടായിരുന്നു. ഇതിലെ വരുന്നതിന് പകരമാണ് ആ തോടൊക്കെ മുറിച്ച് കിടന്ന് നമ്മളിങ്ങ് പോകുന്നത്. ഈ വാഗമരം കണ്ടോ? ഈ മരം നോക്കി ഇങ്ങ് വന്നാൽ മതി. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒറ്റ മരമുള്ളൂ. ഈ മരത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. കണ്ടോ? അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടേ. പക്ഷെ അതിങ്ങനെ കുറേ തട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് ഏറ്റവും മേളിൽ ചെല്ലണം. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിൽ നിന്നാണ് ആ വെള്ളം ഇങ്ങനെ മൊത്തം എത്തി നിറഞ്ഞിങ്ങ് പോരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നത് ആ കുളത്തിൻ്റെ അടുത്തെത്തി. കുളമല്ല, അത് തോടാണേ. അപ്പോൾ തോട്ടിൽ ചെക്ക് ഡാം പണിത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ആ വെള്ളം ഒഴുകിയപ്പോൾ വെള്ളച്ചാട്ടം താഴെയാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇതിൽ ഇറങ്ങും. ഇതിലരികും വഴി അങ്ങ് പോകാൻ തോന്നണേ. എൻ്റെ അമ്മോ, ഇത് കണ്ടില്ലേ? അങ്ങനെ വഴിയെന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു താഴെ നിന്നുള്ള വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലെ വരണം. ഇതാണ് ആ മെയിൻ വെള്ളച്ചാട്ടം. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. എവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം കാണാൻ പറ്റില്ല. ആരൊക്കെ ഇറങ്ങിയതിൻ്റെ ചെറിയ പാടുകളൊക്കെ കാണാം. ഇവിടെ നിന്ന് കാണാൻ തെന്നിപ്പോയി കഴിഞ്ഞാൽ കാര്യം തീരുമാനമാവും. ഞാൻ എന്തായാലും മുന്നോട്ടേക്ക് പോകുന്നില്ല. പണി കിട്ടും നമുക്ക്. അതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അല്ലെ തോട്ടിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ തട്ടായിട്ടാണ്. ഇതിങ്ങനെ ഒരു തട്ടുണ്ട്, അതുപോലെ തന്നെ താഴെയുണ്ട്. നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അതുകൊണ്ട് കാലൊക്കെ ചവിട്ടുമ്പോഴത്തേന് മൊത്തം കുഴിഞ്ഞ് ചെളിയായതുകൊണ്ട് ഭയങ്കര വിജനമായിട്ടുള്ള ഏരിയ ആണേ. ഈ തോട്ടത്തിലേ ഇവിടെ ഈ കൊളുന്ത് പറിക്കാനൊക്കെ ആയിട്ട് മാത്രമാണ് ഇവിടെ ആളുകളൊക്കെ വരുള്ളൂ. അല്ലാതെ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് അധികം വരുന്നൊരു സ്പോട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള വെള്ളച്ചാട്ടം. വലിയ സംഭവമൊന്നുമില്ല. ഇതിനായിട്ട് തന്നെ വന്ന് കാണാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഈ പുള്ളിക്കാനത്തൊക്കെ വരുമ്പോഴേ ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് ചില്ലാവാനുള്ളൊരു പ്ലേസ് അത്രയേ ഉള്ളൂ. കണ്ടിട്ട് സേഫാണെന്ന് തോന്നുന്നു. ഇനി പാറയുണ്ട്, മൊത്തം പായല, അടിച്ചെല്ലി വീഴും. ആ മേളിലെ വെള്ളച്ചാട്ടത്തിലേക്ക് അധികം പോകാതിരുന്നാൽ മതി. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അതെ നമ്മൾ തിരിച്ചു പോകട്ടോ. എനിക്ക് കോട നല്ലൊരു പണി തന്നു. ഞാൻ ആ പള്ളി ഇങ്ങനെ നോക്കി വന്നായിരുന്നു. കോട കാരണം പള്ളി കാണാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ എന്താ അവിടെ പള്ളി ഇപ്പോൾ തെളിഞ്ഞ് കാണാം. ആ ഒരു ഡയറക്ഷനിലായിരുന്നു പോകേണ്ടത്. പക്ഷെ കുഴപ്പമില്ല. ഇതിലെ പോയാലും നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ചെല്ലും കേട്ടോ. കോടയൊക്കെ പറത്തിക്കൊണ്ട് പോകണമൊക്കെ കാറ്റടിച്ചിട്ട്. അധികം ദൂരമില്ല, എന്നാലും കുറച്ച് നടക്കാറുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരെ. ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലത്താണ് വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും തന്നെ വരുന്നേക്കാളും നല്ലതേ കൂട്ടുകാരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. കുളിച്ചിട്ടൊക്കെ പോകാം, സേഫാണ് കണ്ടിട്ട്. പിന്നെ മേളിലുള്ള വെള്ളച്ചാട്ടം വെച്ചാൽ സീനാട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ അരികിലൊക്കെ പോയി കഴിഞ്ഞാൽ കാല് തെറ്റി താഴെ പോവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മേളിലെത്തി. അപ്പോൾ എന്തായാലും തുടർന്നും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.